മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പാക് സൈന്യം അടിയാല ജയിലിൽ വെച്ച് രഹസ്യമായി കൊലപ്പെടുത്തി എന്ന ഗുരുതര വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രമുഖ പാക് മാധ്യമ പ്രവർത്തകൻ വജാഹത്ത് എസ് ഖാനാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. 3 മുതിർന്ന പാക് സൈനിക ഉദ്യോഗസ്ഥർ തനിക്ക് ഈ വിവരം നൽകിയെന്നാണ് വീഡിയോയിലൂടെ അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇതൊരു വെറും ആരോപണമായി തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഏറെ നാളായി ഇമ്രാൻഖാനെ പൊതുസമൂഹത്തിൽ ആരും നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ സ്വന്തം പാർട്ടിയായ PTIയുടെ നേതാക്കൾക്കോ, എന്തിനു പറയുന്നു, അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡോക്ടർക്ക് പോലും ജയിലിൽ പ്രവേശിക്കാൻ സൈന്യം അനുമതി നൽകുന്നില്ല. ഇവിടെയാണ് ഇമ്രാൻഖാൻ ജീവനോടെ ഉണ്ടോ എന്ന സംശയം ബലപ്പെടുന്നത്. സ്വന്തം രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയെ പോലും ജയിലിലിട്ട് കൊന്നുതള്ളാൻ മടിക്കാത്ത പാക് സൈന്യത്തിന്റെ ക്രൂരതയും പാകിസ്ഥാൻ എന്ന പരാജയപ്പെട്ട രാജ്യത്തിന്റെ ഗതികേടുമാണ് ഇതിലൂടെ ലോകം കാണുന്നത്. സൈന്യത്തിന്റെ ഈ ഒളിച്ചുകളിയിൽ പ്രതിഷേധിച്ച ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTIയുടെ പ്രവർത്തകർ സുപ്രീം കോടതിക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. നേതാക്കൾക്കും കുടുംബത്തിനും സന്ദർശനാനുമതി നിഷേധിക്കുന്നത് തുടർന്നാൽ പാകിസ്ഥാൻ മുഴുവൻ കത്തിയെരിയുന്ന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് ഖൈബർ പക്തുങ്ക്വ മുഖ്യമന്ത്രി സർക്കാരിനും സൈന്യത്തിനും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഈ വാർത്തകൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണം വന്നാൽ ഭീകരവാദികളെ വളർത്തുന്ന പാകിസ്ഥാൻ വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്.